ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ വെടിയുതിർത്തത് ഇന്ത്യൻ പതാകയുള്ള ചരക്ക് കപ്പലിന് നേരെ എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജഗ് അർണവ് എന്ന ഇന്ത്യൻ പതാകയുള്ള കപ്പലിന് നേരെയാണ് വെടിവെപ്പുണ്ടായത്. 20 ലക്ഷം ബാരൽ ഇറാഖി എണ്ണയുമായി കപ്പൽ നീങ്ങുകയായിരുന്നു. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അർജുൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇക്കാര്യത്തിൽ എന്തായാലും ഇന്ത്യ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയിട്ടില്ല. പക്ഷേ UK മാരിടൈം ഏജൻസിയാണ് ഈ ആക്രമണം നടന്നത്. IRGC ബോട്ടുകൾ ആക്രമിച്ചത് ഒരു ഇന്ത്യൻ ടാങ്കറിനെ ആയിരുന്നു എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യൻ പതാകയുള്ള ജഗ് ആർണവ് എന്ന് പറയുന്ന കപ്പൽ, അത് ഇറാഖിൽ നിന്നും ഇറാഖിയൻ ക്രൂഡ് ഓയിലുമായി ഏകദേശം 20 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലുമായി പുറപ്പെട്ട കപ്പലാണ്. മാത്രമല്ല, ഒമാനിൽ നിന്നും ഏകദേശം 20 നോട്ടിക്കൽ മൈൽ വടക്ക് കിഴക്ക് ഉണ്ടായിരുന്ന സമയത്താണ് ഈ ഒരു കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ UK മാരിടൈം ഏജൻസി ഇത്തരത്തിൽ ചില റിപ്പോർട്ടുകളായി പുറത്തുവിടുന്നത്. 2 കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത്, അതായത് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത്. പക്ഷേ എന്തായാലും ഇപ്പോൾ ഈ ഒരു കപ്പലിന് നേരെ, ഈ ജഗ് അർണവ് എന്ന് പറയുന്ന കപ്പലിന് നേരെ മാത്രമാണ് ആക്രമണം ഉണ്ടായത് എന്നുള്ള കാര്യം റിപ്പോർട്ടുകളായി പുറത്തുവരുന്നു. മാത്രമല്ല, ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളൊരു റിപ്പോർട്ട് കൂടി പുറത്തുവിടുന്നുണ്ട്. ഈ ആക്രമണത്തിന് പിന്നാലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന 2 കപ്പലുകൾ, ഈ ജഗ് അർണവ് എന്ന് പറയുന്ന ടാങ്കറും മറ്റൊരു കപ്പലും അത് U-ടേൺ എടുത്ത് മടങ്ങിപ്പോയി എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇന്ത്യയുടെ DG ഷിപ്പിംഗ് ഇക്കാര്യത്തിൽ ഒരു പക്ഷേ ഔദ്യോഗിക വിശദീകരണം അല്പസമയത്തിനകം ഇറക്കിയേക്കും. എന്തായാലും നിലവിൽ അത്തരത്തിലൊരു സ്ഥിരീകരണം ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും വന്നിട്ടില്ല. അതാണ് ഇനി ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ഇന്ന് വൈകിട്ടായിരുന്നു ഇത്തരത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്നും ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് നേരെ ഒരു ആക്രമണം, കപ്പലുകളെ ലക്ഷ്യമിട്ട് ഒരു ആക്രമണം ഉണ്ടായത്. അതിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുമുള്ള ഒരു മറുപടി അതിനെ അപലപിച്ചോ അതല്ലെങ്കിൽ ഇന്ത്യക്ക് നേരെയാണ്, ഇന്ത്യൻ കപ്പലിന് നേരെയാണ് എന്നുള്ള വിശദീകരണമോ ഇതുവരെയും ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ കപ്പലിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണം അത് ഇന്ത്യൻ കപ്പലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ തന്നെ ആർക്കും പരിക്കില്ല എന്നുള്ള കാര്യവും, മാത്രമല്ല ആ ആക്രമണം സാരമുള്ളതായിരുന്നില്ല എന്നുള്ള റിപ്പോർട്ട് കൂടി, ഒരു വിശദീകരണം കൂടിയാണ് UK മാരിടൈം ഏജൻസിയുടെ ഭാഗത്തു നിന്നും നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. വരും മണിക്കൂറുകളിൽ നിർണായകമാണ്. പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വിശദീകരണം ഉണ്ടാകുമോ, അതിൽ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യമടക്കം ഇപ്പോൾ ഉറ്റുനോക്കുന്നുണ്ട്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.